നൈസ് നൈസ്. ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഞാൻ ആദ്യമായി ഒരു RC പ്ലെയിൻ ഉണ്ടാക്കി. ആൻഡ് ദിസ് ഹാപ്പൻ. ഏതോ അതിന്റെ വണ്ട ഇരിപ്പുണ്ട്. കുട്ടിക്കാലം മുതലുള്ള എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഒരു RC പ്ലെയിൻ ഉണ്ടാക്കണം എന്നുള്ളത്. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ഇന്ന് ഞാൻ ആ വിഷമം അങ്ങ് തീർക്കാൻ തന്നെ തീരുമാനിച്ചു. ആദ്യം തന്നെ വ്യക്തമായൊരു പ്ലാനിങ് വേണം. എനിക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നെറ്റിൽ നിന്നൊരു ഡിസൈൻ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്തു. എവിടെ തുടങ്ങണം എന്ന് ഒരു പിടിയില്ല. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബിൽഡ് ആയതുകൊണ്ട് തന്നെ ബോഡി പാർട്സൊക്കെ തെർമോക്കോൾ ചെയ്യാനാണ് പ്ലാൻ. തെർമോക്കോൾ ആകുമ്പോൾ വെയിറ്റും കുറവായിരിക്കും, കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കാനും നല്ല ഈസിയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 24 mm തിക്നെസ് വരുന്ന HD തെർമോക്കോളാണ്. നമുക്ക് ഈ ബിൽഡിന് മിനിമം 24 mm എങ്കിലും വേണം. പ്ലാൻ അനുസരിച്ച് പ്ലെയിൻ്റെ സൈഡ് പീസ് 2 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. ഹോട്ട് ഗ്ലൂ വളരെ പെട്ടെന്ന് ഉണങ്ങും, അതുകൊണ്ട് കൃത്യമായ സ്പോട്ട് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഫ്യൂസലാജ് എന്ന് പറയുന്നത്. ഈ ഫ്യൂസലാജിൻ്റെ സൈഡ് മുഴുവൻ നമുക്കിങ്ങനെ ഒട്ടിച്ചടച്ചെടുക്കണം. മിസ്റ്റേക്ക് ഒന്നും വരാതിരിക്കാൻ എല്ലാ പീസുകളും കുറച്ചധികം എക്സസ് ലെങ്ത് ഇട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അതെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കൊരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഈസി ആയിട്ട് ഷേപ്പുകളൊക്കെ ചെയ്തെടുക്കാം. ഒരുപാട് മെറ്റീരിയൽ റിമൂവ് ആവേണ്ട ഭാഗത്തൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ തടിയിൽ ഒരു സാൻഡ് പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്കിങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പ്ലാൻ അനുസരിച്ച് എലിവേറ്റർ കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജോയിൻ ചെയ്യാം. ഈ എലിവേറ്ററാണ് നമ്മുടെ പ്ലെയിനെ ഉയർത്താനും താഴ്ത്താനും ഉപയോഗിക്കുന്നത്. ഹിഞ്ചസിന് പകരം പാക്കിംഗ് ടേപ്പ് ഒട്ടിക്കുകയാണ്. കാരണം അത് ഹിഞ്ചസ് പോലെ പ്രവർത്തിക്കുകയും ചെയ്യും, തെർമോക്കോളിന് സ്ട്രെങ്തും നൽകും. ഇനി ഈ എലിവേറ്റർ നമ്മുടെ പ്ലെയിൻ്റെ വാലറ്റത്ത് പിടിപ്പിക്കാം. അതിനായിട്ട് കുറച്ച് ഭാഗം നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് അറാൾഡട്ടാണ്. കാരണം ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കട്ടി കുറഞ്ഞ ഭാഗമായിട്ട് ചിലപ്പോൾ ഉരുവിപ്പോവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒട്ടിക്കുന്ന സമയത്ത് കൃത്യമായി സെൻറ്റർ ചെയ്ത് ഒട്ടിക്കുക. ഇനി നമുക്ക് റഡാർ സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്ലെയിനെ വശങ്ങളിലേക്ക് തിരിക്കാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ ഹിഞ്ചസ് ആയിട്ട് OHP ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. റഡാർ എലിവേറ്ററിന് പെർപെൻഡിക്കുലറായിട്ട് തന്നെ സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ പ്ലെയിൻ്റെ വിങ്സ് കട്ട് ചെയ്യാം. അതിനായിട്ടൊരു സ്പെഷ്യൽ ടെക്നിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ അയൺ ബോക്സിൻ്റെ അകത്തുള്ള നിക്രോം വയർ എടുത്ത് അതിൻ്റെ 2 സൈഡിലും ബാറ്ററി കൊടുത്ത് അതിനെ ചൂടാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. വിങ്സിനൊരു എയറോഡൈനാമിക് ഷേപ്പ് വേണം. അതിനായിട്ടൊരു എയർഫോയിലിൻ്റെ ഡിസൈൻ ഞാൻ തടിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തെർമോക്കോളിൻ്റെ 2 സൈഡിലും പിടിപ്പിച്ച് അതിൻ്റെ സഹായത്തോടെയാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ സൈഡും ഒരുപോലെ ക്ലീൻ ആയിട്ട് കട്ട് ചെയ്ത് കിട്ടും. അതുപോലെ ഒരുപാട് ടൈമും വേണ്ടി വരില്ല. ഇതുപോലെ 3 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നാക്കി ജോയിൻ ചെയ്യണം. അതിനായിട്ട് ഇതുപോലത്തെ 2 തടി പീസ് നമുക്ക് ആവശ്യമുണ്ട്. ഇത് വിങ്സിൻ്റെ അടിവശത്ത് ഒരു കീവേ കട്ട് ചെയ്ത് അതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലത്തെ 2 തടി പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ വിങ്സിന് അത്യാവശ്യം സ്ട്രെങ്ത് വേണം. ഇനി നമുക്ക് പ്ലാൻ അനുസരിച്ച് നമ്മുടെ വിങ്സിൻ്റെ ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എലറോൺസ് കട്ട് ചെയ്യാം. ഇത് നമ്മുടെ വിങ്സിൻ്റെ സൈഡിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ മാറ്റി 25 സെൻറ്റിമീറ്റർ ലെങ്ത് ഇട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്.
ഈ എലിറോൺസ് ഉപയോഗിച്ചാണ് നമ്മുടെ പ്ലെയിനെ രണ്ട് സൈഡിലേക്കും ചരിക്കുകയും കറക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇനി ഇതുപോലത്തെ 2 തടി പീസ് എടുത്ത് അതിൻ്റെ മുകളിൽ ഓരോ ഹോളും ഇട്ട് നമ്മുടെ ഫ്യൂസലാജിൽ വിങ്സ് വരുന്ന ഭാഗത്തായിട്ട് ഇതേ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. ഇത് നമ്മുടെ വിങ്സ് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വിങ്സിൽ തടി വരുന്ന ഭാഗത്ത് 2 ചെറിയ കമ്പി ഇറക്കി വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 ഹോളും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വിങ്സ് പ്ലെയിനിൽ ഇതുപോലെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. ഇതാകുമ്പോൾ നല്ല ഉറപ്പും കിട്ടും, പോർട്ടബിളുമാണ്. ഇനി മോട്ടോർ പിടിപ്പിക്കാനായി ഒരു കനം കുറഞ്ഞ പ്ലൈവുഡിൽ 4 ഹോളിട്ട് ഫ്യൂസലാജിൻ്റെ മുൻവശത്തായി ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ട ഇലക്ട്രോണിക് കോമ്പണൻസ് നോക്കാം. ഇനി നമുക്ക് വിങ്സിൽ സെർവോ മോട്ടോർ പിടിപ്പിക്കാം. അതുപോലെ ഒരു ചെറിയ പീസ് PVC ഞാൻ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എലിറോൺസിൽ വെച്ച് പിടിപ്പിക്കാം. പുഷ് റോഡായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ടിഗ് വെട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന കനം കുറഞ്ഞ സ്റ്റീൽ കമ്പിയാണ്. അതിനെ ഈ ഒരു ഷേപ്പിൽ വളച്ച് സെർവോ മോട്ടോറിലും എലിറോൺസിലുമായിട്ട് കണക്ട് ചെയ്യാം. സെർവോ മോട്ടറിൻ്റെ കേബിളിന് ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് ജമ്പർ വയർ ഉപയോഗിക്കുന്നുണ്ട്. വയർ ഇതുപോലെ സേഫ് ആക്കി വെച്ചാൽ നീറ്റ് ആയിരിക്കും. ബാക്കിലെ റഡറിനെയും എലിവേറ്ററിനെയും കൺട്രോൾ ചെയ്യുന്ന സെർവോസ് ഫ്യൂസലാജിൻ്റെ ഉള്ളിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ലാൻഡിംഗ് ഗിയേഴ്സ് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ പ്ലെയിൻ്റെ ബോഡി പാർട്സ് ഒക്കെ ഞാൻ പാക്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് സ്പ്രേ പെയിൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ തെർമോകോൾ ഉരുകിപ്പോവാൻ സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് മോട്ടോർ പിടിപ്പിക്കാം. അതിനു മുന്നേ ഒരു ചെറിയ ഹോൾ ഇട്ട് മോട്ടോർ വയറുകളെല്ലാം ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത പ്ലൈവുഡിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. ഇനി ESC മോട്ടറുമായിട്ട് കണക്ട് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് FlySky FSI-6X എന്ന് പറയുന്ന റിമോട്ടിന്റെ 10 ചാനൽ റിസീവറാണ്. അതിൽ 1ാമത്തെ ചാനലിൽ എലിറോൺസിന്റെ സെർവോയും 2ാമത്തെ ചാനലിൽ എലിവേറ്ററും 3ാമത്തെ ചാനലിൽ ത്രോട്ടിലും 4ാമത്തെ ചാനലിൽ റഡറും കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് റിസീവർ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് ഫ്യൂസലാജിന്റെ ഉള്ളിൽ ഒട്ടിച്ചു വയ്ക്കാം. ബാറ്ററി കമ്പാർട്ട്മെൻറ്റിനും ഒരു ചെറിയ ലോക്കിംഗ് സംവിധാനം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. പക്ഷേ ഒരു ചെറിയ കാര്യം മിസ്സിംഗ് ആണ്. ന്യൂബിടെക്കിൻ്റെ ആദ്യത്തെ പ്ലെയിനിന് ഒരു നല്ല പേര് വേണ്ടേ? അങ്ങനെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷം ഇന്ന് പ്ലെയിൻ്റെ പണി കംപ്ലീറ്റ് ആയി. നാളെയാണ് ആ ദിവസം. പക്ഷേ എനിക്കൊരു പിടിയില്ല എങ്ങനെ ഇതിനെ പറത്തേണ്ടതെന്ന്. രാത്രി മുഴുവൻ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് എപ്പോഴോ കിടന്നുറങ്ങി. രാവിലെ 7 മണിക്കാണ് മെയ്ഡൻ ഫ്ലൈറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനു മുന്നേ ബാറ്ററി എല്ലാം ഫുൾ ചാർജാക്കി പാക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അതേ ഇതാണ് നമ്മുടെ റൺവേ. പക്ഷെ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 2 സൈഡിലും, ഈ സൈഡിലും ആ സൈഡിലും കുറ്റികളുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ പ്ലെയിൻ പറത്തി ഇതേ ഈ കണ്ടം കണ്ടോ, ഇതിൻ്റെ മുകളിൽ കൂടി ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്, ഒരുപാട് മരങ്ങളൊന്നുമില്ല, നമുക്ക് പറത്താൻ പറ്റിയ ഒരു ഏരിയയാണ്. ഒരു ന്യൂബി പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി റിസ്ക്കാണ്, എന്നാലും സാരമില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു RC പ്ലെയിൻ പറത്താൻ പോകുന്നത്.
ഇതിനു മുന്നേ സിമുലേറ്ററിൽ കളിച്ച എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടെൻഷനുണ്ട്. നമുക്കെന്തായാലും ബാറ്ററി കണക്ട് ചെയ്ത് കൺട്രോൾ സർഫസൊക്കെ വർക്കിംഗ് ആണോ നോക്കാം. ആദ്യം തന്നെ നമുക്ക് റഡാർ ചെക്ക് ചെയ്യാം. ഓക്കെയാണ്. എലിവേറ്ററും നന്നായി വർക്കാകുന്നുണ്ട്. എലിറോൺസും ഓക്കെയാണ്. ഒരു കാര്യം വിട്ടു, പ്ലെയിൻ്റെ CG ചെക്ക് ചെയ്തില്ല. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓക്കെയാണ്. എല്ലാം ക്ലിയറാണ്. ഇനി നമുക്ക് ഇവനെ പറപ്പിക്കാം. അങ്ങനെ നമ്മുടെ ആദ്യ പറത്തൽ തന്നെ വിജയകരമായി ഫെയിലായിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പായി, ഈ പ്ലെയിൻ പറക്കും. വെറും 30% ത്രോട്ടിൽ തന്നെ അത് ഈസി ആയിട്ട് എടുത്ത് പോക്കി. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചരിഞ്ഞു പോയെന്ന് എനിക്കൊരു പിടിയില്ല. ഞാൻ 1-2 പ്രാവശ്യം എലിറോൺ കൺട്രോൾ ചെയ്ത് അതിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്നില്ല. ഭാഗ്യത്തിന് ചെറിയ ഡാമേജേ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ചരിഞ്ഞു പോയെന്ന് കണ്ടുപിടിക്കാതെ ഇതിനെ ഇനി നമുക്ക് പറത്താൻ പറ്റില്ല. അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചു, ഇതിൻ്റെ വിങ്സിൻ്റെ ഒരു ഭാഗത്ത് വെയിറ്റ് കൂടുതലായിരുന്നതുകൊണ്ടാണ് ഈ പ്ലെയിൻ ഇങ്ങനെ ചരിഞ്ഞു പോയത്. സോ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ച് വിങ്സിൻ്റെ ഏത് ഭാഗത്താണോ ഇത് ബാലൻസ് ആവുന്നത് ആ സ്പോട്ട് കറക്റ്റ് മാർക്ക് ചെയ്ത് അവിടെ ഉറപ്പിക്കുന്നുണ്ട്. ഇന്നലെ ഇതിലേ പോയപ്പോഴാണ് ഈ സ്ഥലം ഞാൻ കണ്ടത്. എന്തുകൊണ്ടും നമ്മുടെ ഈ പ്ലെയിൻ പറത്താൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് സെറ്റാക്കി ഇറക്കിയിട്ടുണ്ട്. ഇന്നെങ്കിലും നന്നായിട്ട് പറത്തണം. ഞാൻ എന്തായാലും ബാറ്ററി കണക്ട് ചെയ്യുകയാണ്. ഓരോ തവണയും പറത്തുന്നതിന് മുന്നേ കൺട്രോൾ സർഫസൊക്കെ വർക്കിംഗ് ആണോ എന്ന് ഉറപ്പുവരുത്തണം. ഇന്നത്തെ ഫ്ലൈയിങ് വലിയൊരു ട്രാജഡി ആയിരുന്നു. പ്ലെയിൻ നന്നായി ടേക്ക് ഓഫ് ചെയ്തു. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് കുറവ് കൊണ്ടും ടെൻഷൻ കൊണ്ടും എനിക്കതിനെ നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന കാര്യം ഞാനങ്ങ് വിട്ടുപോയി. അങ്ങനെ ഒരുപാട് ദൂരം പറന്ന പ്ലെയിനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാതെ ക്രാഷാക്കി. എനിക്ക് ഒരു പിടിയില്ല ഇത് എവിടെ ക്രാഷായി വീണതെന്ന്. 1 മണിക്കൂറായിട്ട് ഞാൻ ഈ പ്ലെയിൻ തിരഞ്ഞ് നടക്കുവാണ്. അവസാനം ഒരു ഐഡിയ കിട്ടി. ട്രാൻസ്മിറ്ററിൽ പ്ലെയിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ബാറ്ററി റിമൂവ് ആയിട്ടില്ല. അങ്ങനെയെങ്കിൽ ആ സിഗ്നൽ സ്ട്രെങ്ത് വെച്ച് നമുക്ക് പ്ലെയിൻ എവിടെയുണ്ട് എന്ന് ഏകദേശം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ക്രാഷായതോ അതിൻ്റെ വണ്ടി ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല പൊക്കത്തിലാണ്. മരത്തിൽ കയറുകയല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ക്യാമറമാനെ കയറ്റി. റിസ്ക് എടുക്കണ്ട. അതിന്ന് കണക്ഷൻ മരത്തിൻ്റെ മുകളിലിരുന്ന് ക്യാമറമാൻ കണ്ടതുകൊണ്ട് പ്ലെയിൻ്റെ വീൽ എവിടെ വീണെന്ന് അറിയാൻ പറ്റി. പക്ഷേ എന്നെ അതിശയിപ്പിച്ചത് വേറൊന്നാണ്. ഇത്രയൊക്കെ വലിയ ഇടി ഉണ്ടായിട്ടും ഇതിൻ്റെ പ്രൊപ്പല്ലറിനൊരു കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇളകി പോയി. ഫ്രണ്ട് ഒന്നതാണ്ട് ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട്. വിങ്സ് ഇനി ഒന്നാണ്ട് ഈ ഒരു സൈഡാണ് ഇടിച്ചത്. ഇടിച്ച് ഇളകി പോയിട്ട് ഇവിടെ നിന്ന് പൊളിഞ്ഞ് റെഡിയായി. അവിടെ നിന്ന് ഒടിഞ്ഞു പോയി. മൂവി ടെക്കിൻ്റെ എംബ്ലോഗ പോയി. ഇടിച്ച് പഞ്ഞമായി പൊളിഞ്ഞിരിക്കുകയാണ്. സെറ്റ് ചെയ്തെടുക്കാനാണെങ്കിൽ ഒരുപാട് പണിയുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മൾ തളരൂല. ഇത് നമ്മൾ റീബിൽഡ് ചെയ്തിരിക്കും. ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിപ്പോയ ഭാഗത്തൊക്കെ പശ തേച്ച് അതുപോലെ ഒട്ടിച്ച് വെക്കാനാണ് പ്ലാൻ. പിന്നെ അതല്ലാതെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വിങ്സിൽ തടി വെച്ചിരുന്നത് കൊണ്ട് മുഴുവനായി ഒടിഞ്ഞു പോയില്ല. പിന്നെ ഈ പൊട്ടിയ ഭാഗത്തൊക്കെ നമുക്ക് പാക്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഈ ഒരു സൈഡിലെ എലിറോൺ കൂടി മാറ്റി കൊടുക്കാം. പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റ് വളഞ്ഞുപോയി. അപ്പോൾ ഈ മോട്ടറിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പുതിയൊരു മോട്ടർ ഓർഡർ ചെയ്താൽ ഒരാഴ്ചയെങ്കിലും മിനിമം പിടിക്കും ഡെലിവറി ആവാൻ. ഭാഗ്യത്തിന് എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ ഒരു സ്പെയർ മോട്ടോർ ഉണ്ടായിരുന്നതുകൊണ്ട് പ്ലെയിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി.
അന്നത്തെ ആ ഒരു ക്രാഷിന് ശേഷം പിന്നെ ആ ഗ്രൗണ്ടിൽ പറത്താനൊരു പേടി. അങ്ങനെ ഞങ്ങൾ പുതിയ സൈറ്റ് കണ്ടുപിടിച്ചു. CG ഒക്കെ ഓക്കെയാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ എന്തായാലും ഓടിച്ച് പറത്തല്ല, ഇവിടെ തറ മൊത്തം നല്ല പോച്ചയാണ്. അതുകൊണ്ട് ഒരാളെ നിർത്തിയിട്ടുണ്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് നമ്മൾ പറത്താൻ. ഞാൻ ഇതിലും വലിയ എക്സ്പേർട്ടൊന്നും അല്ല, ആദ്യമായിട്ടാണ്. അപ്പം നമുക്ക് ഇത് എന്താവുമെന്നൊന്നും അറിയത്തില്ല, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തെ റൗണ്ട് ഞാൻ വെറും 40% ത്രോട്ടിൽ മാത്രമാണ് കൊടുത്തത്. അത് വളരെ മിനിമലാണ്, കാരണം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് 1400 kV മോട്ടറാണ്. ഞാൻ റോളിംഗ് ആണ് 5 മിനിറ്റ് ആയിട്ട്. ഏകദേശം 60 to 70% ത്രോട്ടിൽ വളരെ നന്നായി ഫ്ലൈ ചെയ്യും. നൈസ് നൈസ്. ഇന്ന് ഞാൻ വളരെ സ്മൂത്തായി തന്നെ ഫ്ലൈ ചെയ്തു, പക്ഷേ എപ്പോഴത്തെയും പോലെ തന്നെ ക്രാഷാക്കി. അത് 100% എൻ്റെ മിസ്റ്റേക്കാണ്. അങ്ങനെ ഇന്നും നിരാശയോടെ വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. ഒരു പ്ലെയിൻ പറക്കാൻ ആവശ്യമായ ലിഫ്റ്റ് ഫോഴ്സ് ഇല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ ഒരു അവസ്ഥയെ സ്റ്റാൾ എന്നാണ് പറയുന്നത്. ടെക്നിക്കലി ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ പ്ലെയിൻ തിരിക്കാൻ വേണ്ടി റഡാർ മാക്സിമം തിരിച്ചപ്പോൾ പ്ലെയിൻ്റെ സ്പീഡ് കുറയുകയും ലിഫ്റ്റ് ഫോഴ്സ് ഇല്ലാതാവുകയും ചെയ്തു. അങ്ങനെയാണ് ക്രാഷ് ആയത്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ പ്ലെയിൻ്റെ കൺട്രോൾ സർഫസിൻ്റെ ത്രോ ഒരു സ്പെസിഫിക് ആംഗിളിലേക്ക് വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് സിമ്പിളായിട്ട് നമുക്ക് റിമോട്ടിലെ എൻ പോയിൻ്റ് വെച്ച് എത്ര പെർസെൻറ്റേജ് വേണം എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വീണ്ടും നമ്മുടെ പ്ലെയിൻ പറക്കാൻ തയ്യാറായി. ഇപ്പം എനിക്ക് ഈ പ്ലെയിൻ പറത്താൻ ഒരു ടെൻഷനും ഇല്ല, കാരണം എനിക്കറിയാം ഞാനത് പറത്തിയ ക്രാഷ് ആക്കുന്നു, അതുപോലെ തന്നെ റീബിൽഡ് ചെയ്യുന്നു. പക്ഷേ ഞാൻ എല്ലായ്പ്പോഴും അത് എൻജോയ് ചെയ്തിരുന്നു. ഒരു RC പ്ലെയിൻ ഉണ്ടാക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ നമ്മൾ ആദ്യമായൊരു പ്ലെയിൻ ഉണ്ടാക്കി അത് പറക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, ലൈഫിൽ ഇതുപോലെ സന്തോഷിച്ച വേറെ ദിവസങ്ങളില്ല. നമുക്കില്ലടാ നല്ലൊരു പ്ലെയിനും കൊണ്ടുണ്ടാക്കിട്ട് നല്ലോണം പറത്തിടണം പറയാം. ഇതങ്ങ് ഇളക്കണം, അത് പിന്നീട് അങ്ങ് ഇളക്കണം. ഞാൻ നോക്കിയിട്ട് അങ്ങ് ഇളക്കണം. നീ പിടിച്ചോണ്ടിരിക്കാൻ